ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഉണ്ടാക്കുമ്പോന്നറിയാം, വെറൈറ്റി ചമ്മന്തിയാണ്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിരിക്കണോ അറിയില്ല. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു എണ്ണ ചട്ടി പഴുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയും മുളകും പാടെ കഴുകിയിട്ടാണ് അതാണ് ഇങ്ങനെ പൊട്ടറ്റ പൊട്ട് നോക്കണ്ട കേട്ടോ. വെള്ളമാണ് അതിൽ. അങ്ങനെ നമുക്കൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക, സ്ലിപ്പ് ചെയ്യാതെ കാണാൻ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിൽ നാട്ടിലെ വിശേഷങ്ങൾ? അവിടെ മഴയൊക്കെ ഉണ്ട്? അങ്ങനെ അത് കോരിയെടുക്കാണ്. ഇതെന്താ ചെയ്യുന്നത് അവസാനം വരെ ഒന്ന് കണ്ടു നോക്കിയിട്ട് എന്നാലേ അറിയുള്ളൂ. എന്നിട്ട് എൻ്റെ വീഡിയോസ് എല്ലാവരും കാണലില്ലേ? കാണലില്ലാന്ന് തോന്നുന്നു. എന്തില്ലേ എന്തേ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എൻ്റെ വീഡിയോസ് കാണാത്തത്? നിങ്ങൾ വേറെയുള്ള വീഡിയോസ് കാണുന്ന പോലെ എൻ്റെ വീഡിയോസ് ഒന്ന് കാണുക. എന്നിട്ട് ഇതാ തക്കാളി ഒന്ന് വാട്ടിയെടുക്കുകയാണ്. തക്കാളി ഒന്ന് വാട്ടിയ ശേഷം നമുക്ക് എടുക്കട്ടോ. നല്ല പൊട്ടണമൊന്നുമില്ല, അങ്ങനെ കുറച്ച് വാടിയാൽ മതി. നല്ല അടിപൊളിയാണ്, നല്ല രസമുണ്ടാവും ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയാൽ. അങ്ങനെ തക്കാളി ഇതാ എടുത്ത് ഞാൻ വേറെ വെറൈറ്റി ഇതാ ചിക്കന്. എന്തുകൊണ്ടാണ് ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ മനസ്സിലായില്ലേ? ചിക്കൻ കൊണ്ടാണ്. നമ്മൾ മീൻ കൊണ്ടൊക്കെ, മീനും ചെമ്മീനും ഒക്കെ കൊണ്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കലില്ലേ? ഇതാ ഈ പാത്രം, പുതിയ പാത്രം വാങ്ങിയത്, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താ കറിവേപ്പില ഉണ്ട് കേട്ടോ അതിന്. ഈ ചിക്കൻ മസാല കൂട്ടാൻ നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെ ചിക്കൻ മസാല കൂട്ടിയിട്ടോ. അങ്ങനെ ഒരു ചിക്കനല്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മസാല, ചിക്കനിക്കുള്ള എല്ലാ മസാലകളും കൂട്ടുവരാം. അപ്പോൾ എല്ലാതും കൂട്ടിക്കണം. എന്താ എന്നറിയോ, ആ മിക്സി ജാറ് ചെറുതല്ല, അപ്പോൾ കൊണ്ടില്ലാന്ന് പറയുമ്പോൾ വേറെ ഇതിട്ടാട്ടോ. ഇനി അത്യാവശ്യത്തിന് ഉപ്പിടും നമുക്ക്. അങ്ങനെ ഇതാ ചമ്മന്തി അരച്ചിക്കണം. നല്ല അടിപൊളി, നല്ലോണം അരിയൊന്നും വേണ്ട, എന്നാലും കുറച്ച് അരിഞ്ഞിട്ടാ. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയില്ലേ. ഇതാ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ കടയിൽ കൊണ്ടുള്ള പാത്രത്തിലേക്ക് എടുത്തിട്ടേ. ഇതെന്തൊക്കെ നിങ്ങൾ എന്തെങ്കിലും പറയും മക്കളെ, എന്തെങ്കിലും പറയും, എന്തായിരിക്കല്ലേ. അങ്ങനെ എന്താ രാവിലത്തെ ചായക്കടിക്ക് ഇതാ പുട്ടിനുള്ള ചമ്മന്തിയും കൂട്ടിയൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ. ഇതാ പപ്പടം. ആ ചമ്മന്തിയിലൊക്കെ കുഴച്ചെന്നാണ്ടല്ലോ എന്ത് രസമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഇങ്ങനെയൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം, കമൻറ്റിൽ എഴുതുക. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. സൂപ്പർ അല്ലെങ്കിൽ എന്നോട് പറയാം. അടിപൊളി കമൻറ്റിൽ എഴുതിക്കോ. രസം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് രസം ഉണ്ടായിട്ടില്ല എന്ന് കമൻറ്റിൽ എഴുതിക്കോ. നല്ല അടിപൊളി, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും. വീഡിയോസ് ഫുള്ളായി കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. ബൈ ബൈ, അസ്സലാമു അലൈക്കും.